ഹലോ ഹലോ പറഞ്ഞേ. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മങ്കി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ എസ് ജെ. നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ക്യാമറ മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും ദിവസം iPhone 13 വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ DJI Osmoയുടെ Action 5 Pro മേടിച്ചിട്ടുണ്ട്. സോ ഇത് ഏകദേശം 47,000 rupees ആയി. 46,990 രൂപ, 10 രൂപ കമ്മി, 47,000. സോ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആക്ച്വലി ആമസോണിന്റെ പാക്കേജ് അടിപൊളിയായിരുന്നു, പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ചെറുക്ക് പറ്റിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇത് സെല്ലറിന്റെ പ്രശ്നമാണോ അല്ല പാക്കിങ്ങിന്റെ പ്രശ്നമാണോ അല്ല ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ പാക്കിനകത്ത് ഒന്നും ഡാമേജ് ആവാതിരുന്നാൽ മതി. ആൻഡ് നമുക്കൊരു ക്വിക്ക് അൺബോക്സിംഗിലേക്ക് പോവാം. നമ്മളിത് ആദ്യം ഇതിന്റെ കവർ പൊട്ടിക്കാം. നമുക്കിതൊക്കെ മാറ്റി വെക്കാം. ഓക്കെ, ഈ സൈഡിലാണ് ഓപ്പൺ വരുന്നത്. ഇത് ആക്ച്വലി ഒരു ആക്ഷൻ അഡ്വഞ്ചർ കോംബോ ആണ്. ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നോർമൽ കോംബോ ആൻഡ് ഇത് വന്നിട്ട് അഡ്വഞ്ചർ കോംബോ ആണ്. ഇതിനകത്ത് കുറച്ച് അധികം ഐറ്റംസ് വരുന്നുണ്ട്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 3 ഐറ്റംസ് ആണുള്ളത്. ഒരു നമുക്ക് സെൽഫി സ്റ്റിക്ക് പോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സെൽഫി സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു 1.5 മീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡി ആയിട്ടുള്ള നല്ല ഗ്രിപ്പായിട്ടുള്ള നമുക്കൊരു സെൽഫി സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി 1.5 മീറ്റർ വരെ നമുക്ക് നീട്ടാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു സ്റ്റാൻഡ് ആക്കി മാറ്റായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റാൻഡ് ഇങ്ങനെ 3 വിങ് പോലെ വരുമായിരുന്നു. ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റുമായിരുന്നു. ബട്ട് ഇത് അതിനകത്ത് വരുന്നില്ല. കുഴപ്പമില്ല. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ആക്സസറീസിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിനകത്തൊരു ഫിംഗർ മൗണ്ട്, ഇത് വന്നിട്ട് മാഗ്നറ്റിക് മൗണ്ട് ആണ് കേട്ടോ. ആൻഡ് ഒരു USB കേബിൾ വരുന്നുണ്ട്. ആൻഡ് ഒരു യൂസർ മാനുവൽ. ആൻഡ് ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബാറ്ററി കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് 3 ബാറ്ററീസ് ആണ് ഇവർ തരുന്നത്. ആക്ച്വലി നമുക്ക് ക്യാമറയ്ക്ക് ഒരു ബാറ്ററിയും എക്സ്ട്രാ ബാക്കപ്പ് ആയിട്ട് 2 ബാറ്ററിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ചാർജ് ഇതിനകത്ത് കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ മീൻ ഇവിടെ ഒരു C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ചാർജ് കയറും. പക്ഷെ ഇതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കറക്റ്റ് മൈ ഇഫ് ഐ ആം റോങ്. ആൻഡ് ഇതിനകത്ത് 3 ബാറ്ററിയുടെ ലൈറ്റ്സും കാണുന്നുണ്ട്. ഇപ്പൊ ബാറ്ററീസിന്റെ ചാർജ് എത്ര ലെവൽ ഉണ്ടെന്ന്, ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഫുൾ ആണ് എന്നാണ് ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് ഇവിടെ SD കാർഡ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 2 SD കാർഡ്സ് നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോൾ ഇതൊരെണ്ണം. ആൻഡ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ഇതൊരു കേസാണ്, ഫ്രെയിം വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. നമുക്ക് ഫ്രെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഫുള്ളി കവേർഡ് ആണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേഡി ആയിട്ടുള്ളൊരു കേസാണ്, ഫ്രെയിമാണ്. ആക്ച്വലി നല്ല സ്റ്റേഡിയാണ് കേട്ടോ ആക്ച്വലി. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഒരു സ്പേസർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടെ ഈ മൗണ്ട് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് നമ്മളെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, 3mm ടേപ്പ് വെച്ചിട്ട്. അപ്പോൾ ഈ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസർ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു ഹെൽമെറ്റ് മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു മാഗ്നറ്റിക് മൗണ്ട് ആണ് കേട്ടോ. നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് അത് ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ആൻഡ് 2 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. ആൻഡ് ഫൈനലി നമ്മുടെ ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നല്ല അടിപൊളി ക്യാമറയാണ്. പ്ലാസ്റ്റിക് തന്നെയാണ്, സെയിം നമ്മുടെ ആക്ഷൻ എല്ലാ 4ഉം 3ഉം ഒക്കെ പോലെ തന്നെ സെയിം സൈസിൽ തന്നെയാണുള്ളത്. ബട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി ഈ മാഗ്നറ്റിക് മൗണ്ട് നമുക്കിവിടെ താഴെ ഇങ്ങനെ തിരിച്ചിട്ടൊക്കെയാണ്. നല്ല സ്പീഡിലാണ് ഇത് വലിച്ചെടുക്കുന്നത്. ബിക്കോസ് അത്രയും നല്ല പവർ ഉണ്ട് ഈ മാഗ്നറ്റിന്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക, ആൻഡ് ഇത് അഴിഞ്ഞു വരില്ല. അത്രയും നല്ല സ്ട്രോങ് ആണ്. നമുക്ക്
ഈ മൗണ്ടിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. നന്നായിട്ടില്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ, നമുക്കിനി ബാക്കി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം സ്റ്റിക്കർ ഇളക്കി കളയാം. വാവ്, അടിപൊളി. സോ ഇവിടെ ഒരു വീഡിയോ ഷൂട്ടിംഗ് ബട്ടൺ വരുന്നുണ്ട്, ഇവിടെ ഒരു ഓൺ ഓഫ് പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമുക്ക് നമ്മുടെ സി ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നത്. ആക്ച്വലി ഇതൊരു 20 മീറ്റേഴ്സ് വരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വാട്ടർ മാർക്ക് കണ്ടില്ലേ, ഇത് ക്ലോസ് ചെയ്താൽ ഈ വാട്ടർ മാർക്സ് കാണാൻ പാടില്ല. നമ്മളിത് പ്രോപ്പർലി ക്ലോസ് ചെയ്യാതെ വെള്ളത്തിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇതിനകത്ത് 3 ബാറ്ററീസ് വരുന്നുണ്ട്. ഒരു ബാറ്ററി 1950 mAh വെച്ചിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പും ഏകദേശം 4 hours ഒക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഈ സൈഡിലാണ് നമുക്ക് SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നത്. ആൻഡ് ഇവിടെ ഒരു വാട്ടർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാട്ടർ മാർക്ക് കാണാത്ത രീതിയിൽ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് അതിനുശേഷം മാത്രം നമ്മൾ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇവിടെ ആക്ഷൻ 5 Pro എന്നുള്ളൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കളർ സെൻസർ വരുന്നുണ്ട്. സെൻറ്ററായിട്ടാണ് കളർ സെൻസർ വരുന്നത്. പിന്നെ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. സൈഡിലാണ് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ആൻഡ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് നമുക്ക് ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഡിസ്പ്ലേ വരുന്നത്. ഇത് ആക്ച്വലി ഒരു OLED ഡിസ്പ്ലേ ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് രണ്ടും OLED ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ തന്നെയാണ്. ഇവിടെ നമുക്ക് ഏത് മോഡിലാണ് കിടക്കണേ എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിലാണ് കിടക്കണേ, ഫോട്ടോയിലാണ് കിടക്കണേ, പിന്നെ സൂപ്പർ നൈറ്റ് മോഡുണ്ട്, സബ്ജക്റ്റ് ട്രാക്കിംഗ്. ഇത് വന്നിട്ട് നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. നമുക്ക് ഒരു സബ്ജക്റ്റ് ഫ്രണ്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിനെ മാത്രം ഇങ്ങനെ ട്രാക്ക് ചെയ്യും. ആൻഡ് സ്ലോമോ, ടൈം ലാപ്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മോഡുകൾ. ആൻഡ് ഇത് വന്നിട്ട് പ്ലേ ബാക്ക്. നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബാക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്കൊരു ഏത് വ്യൂ, ഗ്രിഡ് വ്യൂ ആണോ ലിസ്റ്റ് വ്യൂ ആണോ അങ്ങനെയുള്ളൊരു ലിസ്റ്റ് വ്യൂ ആണ്. പിന്നെ ഇവിടെ എത്ര മണിക്കൂർ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ സെറ്റിങ്സ് ആണ്, അതായത് പ്രോയിൽ ഓട്ടോമാറ്റിക് വരുന്ന സെറ്റിങ്സ് ആണ്. ആൻഡ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി, ഈ പ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചും കൂടി ഓപ്ഷൻസ് വരും. എക്സ്പോഷർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, കളർ സെറ്റ് ചെയ്യാൻ പറ്റും. കളറിൽ തന്നെ 3 മോഡ്സ് ഉണ്ട്. നോർമൽ 8 ബിറ്റ്, നോർമൽ 10 ബിറ്റ്, HLG 10 ബിറ്റ്, D-Log M 10 ബിറ്റ്. അപ്പോൾ അങ്ങനെ 4 കളർ മോഡ്സ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇതാണ് ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ്. മേളിൽ നിന്ന് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ വരും. ഇത് പ്രൊഫൈല്, കസ്റ്റം മോഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ക്വിക്ക് ടോഗിൾ സ്വിച്ച്, അതായത് ക്വിക്ക് സ്വിച്ചാണ്. ആൻഡ് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്ക്രീൻ റൊട്ടേഷനാണ്. ഇത് വന്നിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയും കൂട്ടാൻ പറ്റും. ആൻഡ് ഇത് എക്സ്ട്രാ സെറ്റിങ്സ് ആണ്. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. വയർലെസ് മൈക്ക്, FOV ബൂസ്റ്റർ ലെൻസ്, വോയിസ് കൺട്രോൾ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഇത് വന്നിട്ട് നമുക്ക് വോയിസ് കൺട്രോൾ എനേബിളും ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടേക്ക് ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് ഫോട്ടോ എടുക്കും, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇത് വന്നിട്ട് ഫുൾ സ്ക്രീൻ ഫ്രണ്ട് ഡിസ്പ്ലേ. ഇവിടെ ഫ്രണ്ട് ഡിസ്പ്ലേക്കുള്ളൊരു ഇതാണ്. നമുക്കിത് ഇതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ടു അൺലോക്ക് സ്ക്രീൻ. ഓക്കെ, അൺലോക്കായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് ടച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ചെറിയ ഡിസ്പ്ലേ ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത നമുക്കെല്ലാം ഇതാക്കാൻ പറ്റും. ക്യാമറ മോഡ് സെലക്ട് ചെയ്യാം, അങ്ങനെ എല്ലാം നമുക്ക് ഫ്രണ്ടിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ആക്ച്വലി ഫ്രണ്ടിലും നമുക്ക് ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ കൊടുത്തത് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി 1/1.3 ഇഞ്ച് സെൻസറാണ് വരുന്നത്. ആൻഡ് f2.8 അപ്പർച്ചർ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു FOV 155 ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താഴെ വന്നിട്ട് നമുക്ക് ആ മാഗ്നറ്റിക് മൗണ്ട് കണക്ട് ചെയ്യാനുള്ളൊരു ചെറിയൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നല്ല അടിപൊളി ക്യാമറ ആണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്.
കമ്പയർ ടു ആക്ഷൻ 4. ഇതിൻ്റെ മൈക്ക് വരെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ളൊരു മൈക്കാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് കൂൾ ഫീച്ചറായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതായത് 47.8 GB, ഏകദേശം ഒരു 48 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ബിക്കോസ് വേറെ ഏത് ആക്ഷൻ ക്യാമറയിലും ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നില്ല. ആദ്യമായിട്ടാണ് DJI Osmo Action 5 Pro ഒരു 48 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുകൂടാതെ നമുക്ക് 512 GB വരെ നമുക്ക് SD കാർഡ് നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു. അപ്പോൾ അത് DJI Osmo Action 5-ൽ DJI കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ SD കാർഡ് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, SD കാർഡിൻ്റെ സ്റ്റോറേജ് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പായിട്ട് ഈ ഒരു സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ നമുക്ക് ഈ ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ പറഞ്ഞേ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ DJI Osmo Action 5 Pro ക്യാമറയിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി 4K 60 FPS വൈഡ് ആംഗിൾ ഓഫ് ചെയ്തിട്ട് റോക്സ്റ്റഡി പ്ലസ്സിലാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാരിറ്റി വരുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ മൈക്കൊന്നും യൂസ് ചെയ്യാത്ത വോയിസ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ആപ്പ് ഉണ്ട്, DJIയുടെ ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ആമസോണിലാണ് പ്രൊഡക്റ്റ് മേടിച്ചത്. ഇതൊരു പ്രൊമോഷൻ അല്ല, ബ്രാൻഡ് പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല. ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റ് നിങ്ങളെയും കൂടി ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിവ്യൂ വീഡിയോ പോലെ ചെയ്തതാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 46,990 ആണ്. 47,000 10 രൂപ കുറവ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.